ഉഗ്രസ്ഫോടനമുണ്ടാക്കുന്ന രണ്ട് വസ്തുക്കളാണ്. ആ രണ്ട് വസ്തുക്കളെ ഉഗ്രസ്ഫോടനമുണ്ടാക്കാനും പൊട്ടിത്തെറിക്കാനും അഗ്നിഗോളങ്ങളാകാനും കഴിയുന്ന രണ്ട് വസ്തുക്കളെ ചേർത്ത് വെച്ചിട്ട് അല്ലാഹു തആല വെള്ളമെന്ന ഒരു സാധനം ഉണ്ടാക്കിയപ്പോ നമ്മുടെ വിശപ്പടക്കാൻ ദാഹമടക്കാൻ വെള്ളമില്ലാതെ പറ്റുമോ? മനുഷ്യാഗ്രഹത്തിന് ആവശ്യമാണോ വെള്ളം? വെള്ളമില്ലാതെ ഒരു ദിവസം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ അല്ലാഹു തആല മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമായി നിർമ്മിച്ച ആ ഘടകമുണ്ടല്ലോ, ആ വസ്തുവിനെ എടുത്ത് പഠിച്ചത് പുരാൻ പറയുന്നു. അപ്പോ ഖുർആൻ ഒരുപാട് അറിവിലേക്ക് വിരൽച്ചൂണ്ടുന്നുണ്ട്. നീ പഠിച്ചാൽ നിനക്കത് കണ്ടെത്താൻ കഴിയും. നീ പഠിച്ചാൽ നിനക്കത് കണ്ടെത്താൻ കഴിയും. ഇതേപോലെ തന്നെ ഖുർആനിന്റെ ഏറ്റവും വലിയ തഫ്സീറിൽ മുഫസ്സിരീങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ മഹാനാണ് ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇതിനേക്കാൾ കവച്ചു വെച്ചുകൊണ്ടൊരു തഫ്സീർ നിർമ്മിക്കാം ലോകത്തൊരാളും പകരക്കാരനായി വന്നിട്ടില്ല. ഇമാം റാസി റഹ്മത്തുള്ളാഹി തആല അലൈഹി വാദശാസ്ത്രജ്ഞനായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഒരുപാട് ആളുകളെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഒരിക്കലും ഭൗതിക വിദ്യാഭ്യാസത്തിന് കോട്ടം വന്നിട്ടില്ല, കോട്ടം കൊടുത്തിട്ടില്ല, പഠിക്കണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഓരോരുത്തരും മക്കളെ പഠിപ്പിച്ചോ ഇസ്ലാമിയതല്ല. പക്ഷെ ഖുർആൻ മാറ്റിവെച്ചുകൊണ്ട് ഒരു പഠന രീതിയിലേക്ക് കടന്നു പോകുമ്പോൾ ഒറ്റ മക്കളെന്നാണ് വാപ്പാക്ക് ഉപയോഗപ്പെടില്ല. ഉമ്മാന്റെ മയ്യത്ത് നമസ്കരിക്കാം, വാപ്പാന്റെ മയ്യത്ത് നമസ്കരിക്കാം. ആ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയാനുള്ള മക്കളെ പോലും എന്റെ പ്രിയപ്പെട്ട ഉമ്മാ നിനക്കില്ല മോളെ. അതുകൊണ്ട് മക്കളെ ഖുർആൻ പഠിപ്പിച്ചോ, നീ പഠിപ്പിച്ചോ. ഖുർആനിന്റെ വഴിത്താരകളിലൂടെ ഖുർആനിലൂടെ മക്കളെ വളർത്താനുള്ളത് തീരുമാനമെടുത്തോ, നീയെടുത്തോ. അല്ലാഹു ഭാഗ്യം തരട്ടെ. എത്ര പൊന്നോമന മക്കളാണ് ഇന്ന്. അൽഹംദുലില്ലാഹ്. ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഒന്ന് രണ്ട് പേര് വന്നിട്ട് പറഞ്ഞു, മക്കളെ ഹാഫിളാക്കണമെന്ന് ദുആ ചെയ്യണേ. അല്ലാഹു ഖുർആനെ പറ്റി പറയുന്ന ഈ സദസ്സിൽ നിന്നുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. മക്കളെ ഖുർആൻ പഠിക്കാൻ ഹാഫിളാകാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒപ്പമാരും ഈ സദസ്സിലുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന എല്ലാ പരിഗണനയും അല്ലാഹു കൊടുക്കട്ടെ. അല്ലാഹു അവരെ മുഴുവനും ഹാഫിളീങ്ങളുടെ പരമ്പര സൃഷ്ടിച്ചുകൊണ്ട് ഖുർആനിന്റെ മാറ്റിന് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ ആ സൂചികയുള്ള വാദം കേട്ടിട്ട് അവസാനം ഖുർആന് മുന്നിരുത്തി ഒന്നും മനസ്സിലാവില്ല. കുട്ടികളുണ്ടെന്നറിയോ? പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഹിഫ്ദ് കോളേജ് ഉണ്ട്. പക്ഷേ പല കുട്ടികളെയും ഹിഫ്ദിന് കൊണ്ടുവന്നിരുത്തിയിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് കിതാബിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥകൾ. നമ്മൾ പറയാം അവന് ബുദ്ധിയില്ല. പല കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. ഒരു മോനെ 4 or 5 മക്കളുടെ ഒരു വീട്ടിൽ നിന്ന് ഒരു മോനെ കൊണ്ടുവന്ന് ദർസിൽ വിടും. അപ്പൊ ഉസ്താദിനോട് ഈ മോന്റെ കൈ പിടിച്ചോണ്ട് വന്നിട്ട് ഈ പാപ്പ പറയും, സാറേ മൂത്ത മോൻ നല്ല പഠിക്കും, ആള് ബുദ്ധിയാണ്, എന്ത് പറഞ്ഞാലും ഒപ്പം തന്നെ മനസ്സിലാക്കും. അവന് സ്കൂളിൽ ഏറ്റവും നല്ല മാർക്കാണ്, എപ്പോഴും ഒഴിവിലാണ്, ഏറ്റവും നല്ല പഠിക്കുന്ന ക്ലാസ്സിലെ ലീഡറാണ്. വലിയ അഭിമാനം. രണ്ടാമത്തെ മോനും അതേപോലെ തന്നെ അത്രയും ഇല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കും. ഇളയവനും കുഴപ്പമില്ല, നന്നായിട്ട് പഠിക്കും. പക്ഷെ മൂന്നാമത്തെ മാർക്ക് കുറവാണ്. അതുകൊണ്ട് ഞാൻ അവനെ അല്ലേ, ഏറ്റവും പഠിക്കാൻ മോശമായാൽ അവരെ പിന്നെ വേറൊന്നുണ്ട്. വാപ്പാടെ പിടിയിൽ നിൽക്കാതെ, ഉമ്മാടെ പിടിയിൽ നിൽക്കാതെ ഈ പറഞ്ഞ മാതിരി സർവ്വബേക്കത്തോലും കൂട്ടു നിന്ന് വീട്ടിലും വരില്ല, നാട്ടിലും വരില്ല. വീട്ടുകാർക്കും നാട്ടുകാർക്കും മുഴുവനും തലവേദനയായി. നാട്ടിൽ ഒറ്റ പെൺപിള്ളേർക്ക് സ്വസ്ഥ ജീവിതം നയിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുറെ ചെറുപ്പക്കാർ അങ്ങനെയുണ്ടല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ 25 രൂപ ടീഷർട്ട് വാങ്ങിച്ചിട്ട് 150 രൂപ നാളെ വാച്ച് വാങ്ങിച്ചിട്ടുണ്ട്. സ്കൂൾ ബസ് പോണ സമയത്ത് ഇങ്ങനെ വായിന്ന് കേൾക്കും. അങ്ങനെ കുറെ ചെറുപ്പക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ ലോകം നാട് മുഴുവൻ അവരെ കൊണ്ട് പൊറുതി മുട്ടി കഴിയുമ്പോൾ നല്ല കാര്യത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും ദീനിനോട്, വിദ്യാഭ്യാസത്തോട് ഒരു അവഗണന കാണുന്ന, അവഗണനയോട് കൂടി കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് മാറി. ഏറ്റവും നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികള്, അതുപോലെ ഏറ്റവും പാവങ്ങളുടെ വീട്ടിൽ നിന്നാണ് കൂടുതൽ മാലിന്യങ്ങൾ.
എന്റെ ജീവിതത്തിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. ഈ അടുത്ത കാലഘട്ടങ്ങളിലായി അൽഹംദുലില്ലാഹ് ഒരുപാട് മാറി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനെന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരനാണ്. ഈ പ്രായത്തിൽ പോലും എനിക്ക് പറയാൻ പറ്റും എന്റെ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും. ഞങ്ങൾ ഏറ്റവും